നിങ്ങളെല്ലാവരും കാത്തിരുന്ന ഒരു മഹാവ്യക്തിയെ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. മണവാള്. ഓ അതെന്താണ് ഞാൻ കാണുന്നത്? അത് മുടി പറ്റി പോയല്ലേ, 2-3 മുടിയുണ്ട്. അതെല്ലാം കൂടെ ഇപ്പൊ ഫാനിൽ കൂടെ പോയെന്ന് 2-3 മുടി. നമ്മളങ്ങനെ ട്രെയിൻ കയറിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ട്രെയിൻ കയറി ഇനി നമ്മൾ നേരെ കൊച്ചിയിലോട്ട് പോകാൻ വേണ്ടിയൊക്കെയാണ് ഞാനും നിഷേട്ടാ മറ്റേ കൊച്ചി ഗൈസ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കൊച്ചി എത്തുന്ന ടൈമുണ്ട്. നമ്മൾ ഇന്നലെ കാണിച്ച കലാശ കോട്ട നിങ്ങൾ കണ്ടിട്ട് വരും. ഇന്നലത്തെ മറ്റേ ഇത് കാണിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കൊച്ചി എത്തും. ഏത് മൂഡ്? അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് വാ. നമ്മൾ നിങ്ങളപ്പോൾ അത് കണ്ടിട്ട് വാ. നമ്മൾ അപ്പോൾ കൊച്ചി എത്തിയിട്ട് കാണാം. പറ എവിടെയാണ് പോണേന്ന് പറ. ഭയങ്കര നാണം. ഓ പ്രോട്ടീനായിട്ട് മുട്ട മാത്രമേ ഉള്ളൂ. അതെ, പ്രോട്ടീനായിട്ട് മുട്ട മാത്രമേ. ചേട്ടൻ്റെ കൈ മുറിഞ്ഞ കാണിച്ചു. എങ്ങനെയാ കേട്ടോ മുറിഞ്ഞ? വെയിറ്റ് വെച്ചോ മുറിഞ്ഞ. മറ്റേ പ്ലേറ്റ് ഇല്ലേ, പ്ലേറ്റ് ഡീലോഡ് ചെയ്തോ. ചേട്ടാ ഒരു ഇത് പറയട്ടാ, എന്നെ കാണാലോ. ചമ്മന്തി കാണാം. ചേട്ടാ ഞാൻ എപ്പോഴൊക്കെ വീഡിയോ എടുക്കാൻ നിൽക്കും അപ്പോഴൊക്കെ എൻ്റെ ഫോണിൽ 6%, 10%. ഇപ്പൊ എത്ര %? 6. നല്ല ചമ്മന്തിയും. ഇവിടെ സത്യമല്ല, തട്ട് കടയല്ല ചമ്മന്തിക്ക് പ്രത്യേക ടേസ്റ്റ് അല്ലേ? അതാണ് വീട്ടിൽ വെച്ചാൽ കിട്ടൂല. ഇത് അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ദേഷ്യം വരും. പക്ഷേ ഗൈസ് ഒരു കാര്യം പറയട്ടാ, ആദർശ് ചേട്ടൻ നമ്മൾ നല്ല മിസ് ചെയ്യുന്നുണ്ട്. ചേട്ടാ ഈ ബ്ലോഗ് കാണുന്നുണ്ടെങ്കിൽ ആദർശ് ചേട്ടന് വേണ്ടിയാണ്. ആദർശ് ചേട്ടന് വേണ്ടി ഒരു ഉരുള നമുക്ക് കഴിക്കണം. ചേട്ടാ ഒരു ഉരുള കഴിക്കട്ടെ. ചേട്ടൻ ആദർശ് ചേട്ടൻ ഡെഡിക്കേറ്റ് ആണ് കേട്ടോ. ചേട്ടന് ഞാൻ ദോശയും കുറച്ച് രസമാണ്. ഫുഡ് നമ്മള് നാളെ വന്നിട്ട് കൊച്ചി പോവുകയാണ്. ഞാനും നിഷാദരണം കൊച്ചി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മള് ഫ്ലൈറ്റിലാണ് പോണേ. സീരിയസ്ലി ഫ്ലൈറ്റിലാണ് പോണേ. 4 അങ്ങോട്ട് ചേട്ടാ ചോദിക്കും, നമ്മൾ ഫ്ലൈറ്റിലാണ് പോണേ കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് വരാം. എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല. ഇത് നമുക്ക് ഇൻട്രോ വയ്ക്കാം, എന്നിട്ട് നമുക്ക് നാളെ കൊച്ചി പോകണം കൂടെ ആഡ് ചെയ്യാം. അപ്പൊ ഇതാണ് ഫസ്റ്റ് ഇൻട്രോ. സിംഗിൾ ചേട്ടൻ കാണൂല, രാവിലെ ഏട്ടൻ കാണൂല. അനന്ത് ചേട്ടൻ വരുമോ? ഒറ്റ മൈൻഡ് വരുമോ? ചിലപ്പോൾ വരും. വന്നു കഴിഞ്ഞാൽ ചേട്ടാ സർപ്രൈസ് തരാം. നിങ്ങൾക്ക് സ്റ്റേ ഫ്രീ ആയിരിക്കും. ഫുഡ് മാത്രമേ ഉള്ളൂ. ഫുഡ് വേണമെങ്കിൽ സാധനം വാങ്ങിച്ചിട്ട് അവിടെ ഉണ്ടാക്കാനും പറ്റും നമുക്ക്. നാളെ ഗ്രില്ലടിച്ചാലോ അങ്ങ്. ചോദിച്ചപ്പോൾ നമ്മൾ നാളെ കാണാൻ ചേട്ടാ. നാളെ കാണാം നമുക്ക്. ഓക്കെ, എല്ലാവരും ഒരു ബൈ പറഞ്ഞോ. ബൈ. ക്ലിയർ ഇല്ല, എല്ലാവരും ക്ലിയർ ആയില്ല, ഫോക്കസ് ആയില്ല. ഇപ്പോഴാണ് ഓക്കെ ബൈ. GF എന്നാണോ? GF കൊടുത്തത് ചേട്ടന് കണ്ണോടായിരിക്കും. അതല്ലേ, കണ്ടാൽ മനസ്സിലാവില്ലേ GF കൊടുത്തതാണോ. അമ്മ വീട്ടിൽ രാവിലെ 5 മുട്ട ഉണ്ടാക്കി വെക്കും. ഞാൻ കഴിക്കേണ്ട രാത്രിയാണ്, മറന്നു. ചേട്ടൻ അങ്ങനെ ഉണ്ടാ? സംഭവം എന്ന് വെച്ചാലേ പിന്നെ ഇപ്പൊ രാത്രി കഴിക്കാൻ പറ്റും. നടക്കണ മാത്രമല്ല കേട്ടോ, ഈ ഓട്സ് ഒക്കെ തിന്നതിന് ശേഷം തിന്നാൻ തോന്നൂല, മൈൻഡ് പറഞ്ഞില്ല. ഭയങ്കര ടാസ്ക് ആണ്. ചമ്മന്തി തിന്നുള്ള ആക്രാന്തത്തിന്റെ പാൻറ്റിലും കൂടെ ആക്കിക്കണം. ശിവറാം ചേട്ടന് ഭയങ്കര ഗിൽട്ട് ഫീൽ ചെയ്യണം അല്ലേട്ടാ? ഇതോടുകൂടി ഞാൻ ഈ ബ്ലോഗ് അവസാനിപ്പിക്കും. അതെന്തൊരു വർത്താനം. നാളെ നമ്മള് 3 മണിക്കുള്ള ട്രെയിനിൽ കയറും. എന്നിട്ട് കണക്കിൽ വെക്കണം. നീ അങ്ങോട്ട് പോകും. അതെന്തെന്ന് അറിയാമോ? ഇപ്പൊ കണക്ക് നോക്കണം. അല്ല കണക്ക് നോക്കണം എന്ന് പറയാമോ? അവിടെ 4 നോക്കി. അപ്പൊ നാൻ വന്നു. നാൻ ഇല്ല 4:30 4:05 മണിക്കൂറല്ലേ? 4:05 മണിക്കൂറല്ലേ? ആര് പറഞ്ഞു? ചേരുണ്ട്. നിങ്ങളല്ലേ പറഞ്ഞത്.
കണ്ണാടി വെച്ച് സോ ഗൈസ്, നേരത്തെ നമ്മൾ വ്ളോഗ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. അങ്ങനെ ഫോൺ ഓഫായി. അപ്പോൾ ഇപ്പം നമ്മൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാനും ചേട്ടനും അനൂപേട്ടനെ നമ്മൾ വ്ളോഗിൽ കാണിച്ചിട്ടില്ല. നമുക്ക് നാളെ കാണിക്കാം, റിവീൽ ചെയ്യാം. നാളെ റിവീലിംഗ് ആണ്. അനൂപേട്ടൻ അൺബോക്സ് ചെയ്യാം. ബ്രോ റീസെൻ്റ്ലി മാരീഡ് ആയിട്ടുള്ള നമ്മളെ പയ്യനാണ്. അപ്പോൾ ഞാനും നിഷാദേട്ടനും അനൂപേട്ടനും കൂടി നാളെ കൊച്ചി പോവുകയാണ്. ഓർമ്മയുണ്ട് ഇവിടെ വന്നിട്ട് നിഷാട്ട ട്രിവാൻഡ്രത്ത് എന്നെ പിക്കാൻ വരും ഓർക്കുന്നു. എന്റെ ഫോണില് ചാർജ് ഇല്ല. അങ്ങനെ ചേട്ടന്റെ ഫോൺ ഞാൻ ഇങ്ങനെ നമ്പർ കാണാതെ കാണാതെ പഠിച്ച് പാനയിലൊന്നുമില്ല. ഞാൻ കാണാതെ പഠിച്ചിട്ട് നേരെ ഓട്ടോ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോ ചേട്ടൻ പറഞ്ഞേ, ഇന്നലെ ഇതേപോലെ ഒരുത്തന്നെ കൊടുത്തിട്ട് എനിക്കൊരു വള്ളി കഴിഞ്ഞിട്ട് നിൽക്കുന്നത്. അങ്ങേരിക്ക് എന്തോ വള്ളിയൊക്കെ ആയി. അത് ചുമ്മാ കൈ നിറഞ്ഞണ്ട, പേടിച്ചിട്ടാണ് ഉറപ്പാണ്. ഞാനിങ്ങനെ ഫോൺ വിളിക്കാൻ വഴി കൊടുക്കൂലല്ലേ. നമ്മളെ ഫസ്റ്റ് മോഡലിംഗ് ഷോ, ഞാനും നിഷാദനും നമ്മൾ ഫസ്റ്റ് മോഡലിംഗ് ഷോയ്ക്ക് പോയി. മോഡലിംഗ് ഷോയ്ക്ക് ന്യൂ ഇയറിന്റെ അന്ന് നമ്മള് 31st ഷോ. അന്ന് നൈറ്റ് പക്ഷെ ടോപ്പ് പരിപാടിയായിരുന്നു, വിഷയം പരിപാടിയായിരുന്നു. നമ്മള് കൊടുത്ത ക്യാഷിനുള്ള ബെനിഫിറ്റ് എന്തായാലും ഉണ്ടായിരുന്നു. അതെ, നമ്മൾക്ക് ഒരു തെറ്റ് പറ്റിയത്, നമ്മൾ കേറി ഏജൻസി നമുക്ക് മാറിപ്പോയി. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സ്റ്റേജ് ഫിയർ മാറി. അത് മാറി. നമ്മള് കൂളായിട്ട് കയറി നടക്കുന്നു. ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ആ ടൈമിൽ. ഒരു പ്രത്യേക ഒരു എനർജി കയറിയ ഒരു ഫീൽ ആയിരുന്നു. അപ്പൊ നമ്മള് കയറിയ ഏജൻസി ടോട്ടലി മറ്റേ ഈ ലെസ് ആയിട്ടുള്ള, ലൈക്ക് അവരെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരെ ഏജൻസി ആണ്. പക്ഷെ നമ്മൾ അറിഞ്ഞില്ല, നമ്മൾ അറിയാതെ കയറിപ്പോയി. പക്ഷെ നമുക്ക് പേഴ്സണലി അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. അത് നമുക്ക് സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2-3 മോഡലേഴ്സ് വന്നിട്ട് പറഞ്ഞ് നമ്മളിവിടെ ബ്രോ നമ്മുടെ ഇവിടെ തമ്പാനൂര് കൊണ്ടാക്കാമോ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചപ്പോഴത്തേക്ക് നമുക്ക് പിന്നെ വേറൊരു ഓപ്ഷൻ ഇല്ല, കൊണ്ടാക്കിയേ പറ്റുള്ളൂ. അങ്ങനെ കൊണ്ടാക്കി ഇവിടെ മെയിൻ എൻട്രൻസിൽ എത്തിയപ്പോഴത്തേക്ക് അവരൊന്ന് ഹഗ് ചെയ്തു. അപ്പോൾ നമ്മൾ ഒബ്വിയസ്ലി തിരിച്ച് ഹഗ് ചെയ്യുമല്ലോ. ഹഗ് ചെയ്തപ്പോൾ എൻ്റെ കഴുത്തി വന്ന് ആക്കിയിട്ട് കമലഹാസന്റെ കവളം തെറ്റ് തള്ളിയിരിക്കണ. ശരിയാണ്. പക്ഷെ സിനിമ 8 നില പൊട്ടി. അപ്പോൾ ഇതേപോലത്തെ ഒരു വൃത്തിയായിട്ട പടം ഞാൻ കണ്ടില്ല ബൈ. ഇതില് ഞാൻ ഇത് നോക്കിയിട്ടാണ് പറയുന്നത്, റിവ്യൂ നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മളെ കഷ്ടപ്പെട്ട് അങ്ങനെ ഒരു സ്ഥലത്തെത്തി. ഇവിടെ പാർക്ക് ചെയ്യാമോന്നൊന്നും അറിയത്തില്ല, പക്ഷെ നമ്മളിവിടെ പാർക്ക് ചെയ്യുന്നു. കാരണം ട്രിവാൻഡ്രം നമ്മളെ കയ്യിലാണല്ലോ, വിഷയമൊന്നുമില്ല. ഇങ്ങനെ ഇറങ്ങുമെന്നാണ് നമ്മുടെ അടുത്ത് നോക്കാൻ പോകുന്നത്. നിഷാദേട്ടൻ, ഓ മൈ ഗോഡ്, നിഷാദേട്ടൻ. ഓ കുതിര ഹോഴ്സ് റൈഡ്. ചേട്ടാ ഇറങ്ങിയിട്ടുണ്ട്. ചേട്ടാ കുതിര വേണ്ട, ഓളിക്രാപ്പ് ഞാൻ കണ്ടില്ല. ഇത് കുതിരപ്പിണ്ടം. കുതിരയുടെ ഡിക്കി ഓപ്പൺ ആക്കിയാണ് പോകുന്നത്. നടന്ന് പോകുമ്പോ കുതിര നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി അവിടെ നമുക്ക് ടിക്കറ്റ് ഉണ്ടോ ഇല്ലേ നോക്കണം. കാണുന്നിരിക്കട്ടെ. അനു വരാറുള്ള സമയത്തൊക്കെ ചുമ്മാ കിട്ടാറുണ്ട്. ഒരു സ്പെഷ്യൽ ഡേ ഒന്നുമല്ലല്ലോ. ബ്രോ നമുക്ക് അവിടെ ചെന്ന് ഫ്ലെക്സ് ചെയ്യണം. ഫ്ലെക്സ് ചെയ്തല്ലോ ബ്രോ. നമ്മൾ പെമ്പിള്ളൊന്നും അങ്ങനെ വീടില്ലല്ലോ. ഇന്നോവയിൽ വീട്. അയ്യോ, കിട്ടിയാൽ മതിയായിരുന്നു ടിക്കറ്റ്. ഇത് ഫില്ല് ചെയ്യണം കേസ്. ഇത് ഫില്ല് ചെയ്താൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഫസ്റ്റ് ടൈമാണ്. അതൊന്ന് ഫില്ല് ചെയ്യണം. സോ ഗൈസ്, നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് നാളെ രാവിലെ 8:15 ചെന്നാൽ മാത്രമേ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ. ലൈക്ക് 8:15 ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് 12:15 ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ എന്തായാലും ബുക്കിംഗ് ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോഴത്തേക്ക് ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ട് നമ്മളെന്താണ് ഓട്ടോ പിടിച്ച് നമ്മൾ കാർ പാർക്കിങ്ങിനുള്ള പോകുന്നത്. ഏത് വൈബ്, അംബാനി വൈബ്. ക്യാഷ് ഒന്നും വിഷയമല്ല, ഇപ്പോൾ ഫണ്ടൊന്നും വിഷയമല്ല. പക്ഷെ നമ്മൾ ഓട്ടോ കയറിയപ്പോഴത്തേക്ക് മഴ തീർന്നു. ഇപ്പം മഴയില്ല, ഒരു തുള്ളിയില്ല മഴയെല്ലാം പോയി. ഓക്കെ ഏട്ടാ, താങ്ക്സ്. ഞാൻ കയറി. നിഷാദായിട്ട് ഇങ്ങനെ കയറും. ചേട്ടപ്പെട്ട് ബ്രോ പെട്ടെന്ന് തട്ടിയ കൈ തട്ടി. അടുത്ത സ്റ്റിച്ച് ഒരു സ്റ്റിച്ച് കഴിഞ്ഞതേ ഉള്ളൂ. ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കാനുള്ള സ്കീമിലാണ്. ബ്രോ, ഇനി നമ്മൾ ടിക്കറ്റ് കിട്ടിയില്ല. ഇനി നമ്മൾ നാളെ 8:15 വരണം. അയ്യോ,
നിനക്ക് ക്ലാസ് ഉണ്ടോ രാവിലെ? ഇല്ലടാ, ശനിയല്ലേ, ക്ലാസ് ഇല്ല. ഗൈസ് നമ്മളെ കടയിലെത്തിയിട്ടുണ്ട്. പക്ഷെ പൊത്ത് മഴ ആയതുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ഗ്രിൽ ഷാക്ക് പുതിയതായിട്ട് തുടങ്ങിയത് കേട്ടാ, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെയായിട്ട്. ബ്രോ എന്തൊക്കെയുള്ള ബ്രോ? ബ്രോ 2 ടർക്കിഷ് ഷവർമ. നമ്മൾ ടർക്കിഷ് ഷവർമയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ടർക്കിഷ് ഷവർമ കഴിച്ചിട്ട് കാണാം, അത് വന്നിട്ട് കാണാം, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിച്ച് പോവും, റെക്കോർഡ് ചെയ്യും, സ്റ്റോറേജ് ഫുള്ളാണ്, എഡിറ്റ് ചെയ്യുമ്പോൾ ഒന്നും പറ്റത്തില്ല. അപ്പോൾ ഇനി ആ ഫുഡ് വന്നിട്ട് കാണാം. ഫൈനലി നമ്മളങ്ങനെ തിരിച്ച് വീണ്ടും ജിമ്മിൽ വന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി നല്ല ഉറക്കം വരുന്നുണ്ട്. എനിക്ക് നല്ല ഓർക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതല്ല കേട്ടോ. ഓക്കെ ബൈ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ബ്രോ. അപ്പോൾ കാണാം. ഓക്കെടാ. ചേട്ടാ എൻ്റെ ഹെൽമെറ്റ് എടുക്കാണ്ടേ. ഓക്കെ ചേട്ടാ ബൈ. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. അപ്പോൾ ഗൈസ് പോയിട്ട് വരാം. ബൈ. ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. സീസൺ ബൈ.